എൻ്റെ ചില ഫ്രണ്ട്സുകൾ എന്നെ വിളിക്കൽ എപ്പോഴാണെന്നറിയോ, അവർക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിട്ട് നിൽക്കുമ്പോൾ ക്രിസ്റ്റി എന്താണോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യുക, ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് വിളിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏത് രീതിയിലാവണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഈ പ്രശ്നങ്ങളെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കണോ എന്നിട്ട് കുടിക്കണോ, അതോ ഒരു കുളത്തിൽ കലക്കിയിട്ട് കുടിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഈ ഗ്ലാസും ഈ കുളവും ആക്കി വെക്കേണ്ടത് നമ്മുടെ മൈൻഡാണ്. അപ്പോൾ പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇത് ഗ്ലാസ്സിലേക്ക് കയറ്റണോ എന്നിട്ട് നമ്മൾ ടെൻഷൻ ആവണോ, അതോ ഇതൊരു പുഴയിൽ കലക്കണോ തീരുമാനിക്കാം. അപ്പൊ നമ്മുടെ മൈൻഡ് ഗ്ലാസ് ആക്കണോ പുഴയാക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്. ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെയാണ്. ഒരു തീപ്പെട്ടിക്കൊള്ളികൾ, ഒരു മരം കൊണ്ട് ഒരുപാട് തീപ്പെട്ടിക്കൊള്ളികൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഒറ്റ തീപ്പെട്ടിക്കൊള്ളി മതി ഒരുപാട് മരങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, കിട്ടിയതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് മനോഭാവത്തോട് കൂടിയിട്ട് എല്ലാം കാണുമ്പോൾ നമുക്ക് നല്ല മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. നേരെ മറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് നമ്മുടെ മൈൻഡിൽ കയറ്റിയിട്ട് നമ്മൾ അതിന് സങ്കടവും ടെൻഷനും ഒക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ കാര്യം മതി ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡിനെ വിശാലമാക്കി വെക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഫോക്കസ് ചെയ്യാം. നമ്മുടെ അകത്തെ ലോകം നിങ്ങൾ ക്ലീൻ ആക്കുക. പുറത്തെ ലോകം എന്തും ആയിക്കോട്ടെ, പ്രശ്നങ്ങൾ വന്നോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, അത് അകത്തേക്ക് എടുക്കുന്ന ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഇത് വേണ്ട കാര്യമാണോ വേണ്ടാത്ത കാര്യമാണോ എന്ന് നോക്കി തീരുമാനം എടുത്തിട്ട് മാത്രം നമ്മുടെ അകത്തേക്ക് കയറ്റാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരുപാട് ടെൻഷന് കാര്യങ്ങളൊക്കെ കുറയും. ഓക്കെ, താങ്ക് യു.